കഴിഞ്ഞ തിങ്കളാഴ്ച ആശുപത്രിയുടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് BP ഹൈയാണ്, കുഞ്ഞിനെ എത്രയും പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മേരിക്കൂടെയായിരുന്നു കാണിച്ചു കൊടുക്കുന്നത്. അവരെ പെട്ടെന്ന് കൈ കഴിഞ്ഞു. ആംബുലൻസ് വിളിച്ചതിന് പറഞ്ഞു നിങ്ങളെ കൂടെ എത്രയും പേര് കൊണ്ടുപോയി കാണുന്നത്. അവളെ കാലിക്കസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഹൈയാണ്, എത്രയും പേര് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടറെ കരച്ചില് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞിനോട് വാക്ക് പറഞ്ഞു, ദൈവം തമ്മിലാണ് ജീവനോട് തരുന്നത് പറഞ്ഞു. രാവിലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കണം, കുഞ്ഞിനെ പരിഗണിക്കണം, ദിവസങ്ങൾ കൊടുത്ത് ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് മാസത്തോളം പറഞ്ഞു. ചൊവ്വാഴ്ച ഒരു 10 മണിയൊക്കെ ഓപ്പറേഷൻ ചെയ്തു. കുഞ്ഞിന് BP ഹൈയാണ്, ബ്ലഡ് പ്രോബ്ലം ഉണ്ട്. 35 ആഴ്ച വളർച്ച വേണ്ട കുഞ്ഞിന് 22 ആഴ്ചത്തെ വളർച്ചയുള്ളൂ. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ കുഞ്ഞിനുണ്ട്. കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ട, ഞാൻ എൻ്റെ ബ്രദറും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടറും എന്നോട് പറഞ്ഞു. ഒരു പ്രതീക്ഷ നിങ്ങൾ വയ്ക്കേണ്ട, ഞാനൊരു പ്രതീക്ഷ നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് വെള്ളിലാക്കിനോട് മാറ്റുന്നു. കുഞ്ഞിനെ അവിടെ വയ്ക്കുന്നു. കുഞ്ഞിനെ കൈ തന്നില്ല, ഞങ്ങൾ കാണിച്ചില്ല. കുഞ്ഞിനെ കാണണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ബ്രദർ പോയി കുഞ്ഞിനെ കണ്ടു. എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് നീ കാണണ്ട, കണ്ട സഹിക്കത്തില്ല, കാണണ്ട. അപ്പൊ കുഞ്ഞിന്റെ തല മാത്രമേ ഉള്ളൂ, കുഞ്ഞിന്റെ അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ കാണണ്ട, ഞാൻ കണ്ടില്ല. എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാൻ ബുധനാഴ്ച രാവിലെ അവിടെ തിരിച്ചു പോകുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് കിടന്നതിലൂടെ വന്നു. ആന്റി വിളിച്ച് പ്രാർത്ഥിച്ചു. ആന്റി അതോടെ എല്ലാവരും കൈകൊത്ത് പ്രാർത്ഥിച്ചവരോട് ആന്റി പറഞ്ഞു കുഞ്ഞിനെ ജീവനോടെ തരും എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച 10 മണിയായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് സൗഖ്യമുണ്ട്, പുറത്തിറക്കി കുഞ്ഞിനെ കാണിച്ചു. ഇച്ചിരിയായിട്ട് പാൽ കൊടുക്കത്തുള്ളായിരുന്നു. ഇന്ന് രാവിലെ നന്നായിട്ട് പാൽ കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച കൂടി നേഴ്സറിയിൽ ഇരിക്കണം, അതുപോലെ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സത്യം ഇന്ന് നന്ദിയുള്ളവരെ ഇപ്പോൾ എല്ലാവരും ചോദിച്ചോളൂ. കരമടിച്ച